റിലേറ്റീവ്സ് ഒക്കെ എത്തിയോ? നീ ഇപ്പൊ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. ഇതാരാടി? ഓ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വന്നിരിക്കുന്ന സമയം കണ്ടില്ല. അപ്പൊ ശരി ശരി. വർഷമോൾക്കൊരു കോൾ. ഹലോ, രാവിലെ നീ ഇപ്പൊ എവിടെയുണ്ട്? ഹോസ്റ്റൽ അല്ലാതെ എവിടാ? ഇത് ചോദിക്കാനാണോ നീ രാവിലെ വിളിച്ചുണർത്തിയത്? എടി, മണി 6 ആയുള്ളൂ. 11:30 മുഹൂർത്തം. കുറച്ചുകൂടെ ഉറങ്ങട്ടെടി. അപ്പൊ നീ വിവരമൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി വർഷ ശരത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി. നീ എന്താ പറഞ്ഞേ? ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലല്ലോ? സത്യം ഞാൻ പറഞ്ഞത്. ലെറ്റർ എഴുതി വെച്ചിട്ട് അവൾ രാത്രി വീട് വിട്ടുപോയി. വർഷയുടെ ഭാരതി ആന്റി എന്നെ വിളിച്ചു പറഞ്ഞത്. നിന്നോട് പറയാനും പറഞ്ഞു. അതിന് അവൾ ശരത്തിനെ കട്ട് ചെയ്തതാണല്ലോ. അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൊന്നുമില്ല. എനിക്കൊന്നും അറിയില്ല ജാനകി. നമ്മൾ അറിയാതെ എന്തോ നടന്നിട്ടുണ്ട്. ശബരി കളിക്കുമെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ശബരി ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്താൽ അവൻ അതുപോലെ ചെയ്തിരിക്കും. എല്ലാവരെയും ഒരു വിവാഹ വാർത്ത അറിയിക്കാനുണ്ട്. വർഷയുടെ വിവാഹം അറിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾ അറിയാത്ത പുതിയ കല്യാണം ഏതാ? അയ്യോ, അറിഞ്ഞില്ലല്ലേ? എന്താ ഇവിടെ ഒരു ബഹളം? എന്താടാ ലഡുവായിട്ട്? തന്റെ ബർത്ത്ഡേ ആണോ? വർഷയുടെ കല്യാണക്കാര്യമാ സാർ ഇവർ പറയുന്നത്. ഇവരെ അവള് കല്യാണത്തിന് ക്ഷണിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ക്ഷണിക്കാത്ത കല്യാണവും ഓഫീസിൽ നിന്ന് ആഘോഷിക്കാനുള്ള സന്മനസ് അവർക്കുണ്ടായല്ലോ. എന്റെ പങ്കിഞ്ഞ് താ പങ്കു പിടിച്ചോ. സാറിന് കൂടി ജാനകി വർഷയുടെ കല്യാണത്തിന് പോയില്ലേ? ശരിയാണല്ലോ. അപ്പൊ ജാനകി മീനും ആരും കല്യാണത്തിന് പോയില്ലേ? ക്ഷണിക്കാത്തവരാ ജോസേട്ടാ വിവാഹത്തിന് പങ്കെടുത്തത്. ഞങ്ങൾ 4 പേര്.
ചില ആത്മമിത്രങ്ങളുടെ നിഴൽ പോലും അവിടെ കണ്ടില്ല. വിവാഹത്തിന് സാക്ഷിയായത് ഞങ്ങളാ. വിവാഹം കതിർമണ്ഡപത്തിൽ വെച്ചായിരുന്നില്ലെന്ന് മാത്രം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? നിശ്ചയിച്ചതിന് 1 മണിക്കൂർ മുമ്പ് വിവാഹം നടന്നു, രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയത് നമ്മുടെ ശരത്. ഇതെന്താ ജാനകി ഇങ്ങനെ? ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ? അവര് തമ്മിൽ പിരിഞ്ഞതല്ലേ? പിന്നല്ലേ? ക്യാഷ് കിട്ടിയപ്പോ അവള് തന്നെ പിറകെ അങ്ങ് പോയി. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് പറ. സാർ, ഇന്നലെ രാത്രി ശരത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. തക്ക സമയത്ത് ഞങ്ങൾ കണ്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ആ സ്പോട്ടിൽ വെച്ച് ശബരി അവനൊരു വാക്ക് കൊടുത്തു. വർഷയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുമെങ്കിൽ അത് ശരത്തായിരിക്കുമെന്ന്. പറഞ്ഞതുപോലെ ശബരി എളിയ വാക്ക് വലിച്ചു. രണ്ടിനെ കെട്ടി നിർത്തിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. എത്ര ഹാപ്പി ആയിട്ടാണെന്നോ രണ്ടുപേരും കൈപിടിച്ചു പോയത്. ഹണിമൂൺ കൊടൈക്കനാലാണെന്ന് തോന്നുന്നു. 1 മാസത്തിൽ ലീവ് എടുക്കണം സാറേ. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ശബരി? അതെ ജോസേട്ടാ. ആ? പ്രണയിച്ചു വഞ്ചിതരായ എല്ലാ കാമുകന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ ഈ വിവാഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഗോ ബാക്ക് ടു സീറ്റ്. എന്നാ ഇനി ലഡു കൊടുക്കാം. എടുക്കളിയാ. വർഷേ, നീ എന്തൊക്കെയാടി കേൾക്കുന്നത്? നിന്റെ വിവാഹം ആഘോഷിക്കുക ഓഫീസിലാ ശബരിയും കൂട്ടരും. എന്റെ കൂടെ ഈ മുറിയിൽ കഴിഞ്ഞിട്ടും നിനക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോടി. എനിക്ക് മനസ്സിലാവുന്നില്ല. ശരത്ത് എവിടെ? എന്തോ ചതി നടന്നിട്ടുണ്ട്. എനിക്കത് കേട്ടപ്പോഴേ തോന്നി. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പറയ് വർഷേ. ഇന്നലെ നീയും മീനും പോയ ശേഷം ശബരി എന്നെ വിളിച്ചിരുന്നു. മെയില് ചെക്ക് ചെയ്യാൻ അവൻ എന്നോട് പറഞ്ഞു. ശരത്ത് വെയിൻ കട്ട് ചെയ്ത് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കുറെ ഫോട്ടോസ് എനിക്ക് മെയിലിൽ വന്നത്. ആ ഭീഷണിയിൽ നീ വീണു അല്ലേ? അവന്റെ പ്ലാനിങ് ആണതെന്ന് നിനക്കെന്താ മനസ്സിലാവാതെ പോയത്? വീണ്ടും ഒരു മെയിൽ കൂടി അവൻ അയച്ചു. എന്റെ ശരത്തിന്റെയും കുറെ ഫോട്ടോസ് ആയിരുന്നു അതിൽ. മോർഫ് ചെയ്ത ഫോട്ടോസ്. ചീറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് അവന്റെ ഭീഷണിയും വന്നു. രാത്രി ഇറങ്ങി ചെന്നില്ലെങ്കിൽ അവൻ ആ ഫോട്ടോസ് വിവാഹ മണ്ഡപത്തിൽ വിതരണം ചെയ്യുമെന്ന്. ശബരി പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടും അവൻ ചെയ്യും. നെറികെട്ടവനാ അവൻ. ആ ഫോട്ടോസ് വിവാഹ സ്ഥലത്തെത്തിയാൽ എന്റെ വിവാഹം മുടങ്ങുന്നുള്ള ഭയം മാത്രമല്ല ഉണ്ടായത്. എനിക്ക് താഴെ 2 സഹോദരങ്ങൾ കൂടിയില്ലേ? അവരുടെ ഭാവി എന്താവും? പപ്പയും മമ്മിയും ജീവൻ ഒടുക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് അവനെ അനുസരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ശരത്ത് മരിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശരത്ത് എവിടെ? എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാനും പക വീട്ടി. രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം ഞാൻ അവനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. ഇതിൽ കൂടുതലൊരു ശിക്ഷ ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ കൊടുക്കാനാണ്? വീട്ടുകാരെ നാണം കെടുത്തി ഒരു മകൾ ഇറങ്ങിപ്പോയി എന്നൊരു പേരുദോഷം മാത്രമേ ഇപ്പൊ എന്റെ വീട്ടുകാർ കേൾക്കുന്നുള്ളൂ. എന്നെ അവര് ശപിച്ചോട്ടെ. പക്ഷെ ഞാൻ അവരെ രക്ഷിച്ചത് വലിയൊരു ആപത്തിൽ നിന്നല്ലേ? ഒരു കൂട്ട ആത്മഹത്യ. എന്നെ അവര് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. സാരമില്ല, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാനതെല്ലാം സഹിച്ചോളാം. ജീവിക്കാൻ ഒരു പുരുഷന്റെ ആശ്രയമൊന്നും വേണ്ട ജാനകി. നീ തളർന്നു പോവാതിരുന്നാ മതി വർഷ. നിന്റെ ഒപ്പം ഞാനുണ്ട്.
നിനക്ക് ഈ വിധി സമ്മാനിച്ചത് അവനാ, ആ ശബരി. ജയിച്ചു എന്ന് അഹങ്കരിച്ച അവന് ജീവിതം കൊണ്ട് നീ മറുപടി കൊടുത്തു. നീ പോയിന്ന് ഫ്രഷ് ആവ്. ചെല്ല്.